അപ്പോൾ ട്രെയിനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കണക്കാണ് സ്പീഡ് കൺവേർഷൻ. അതായത് ഈ ട്രെയിനിലെ മിക്ക കണക്കിൽ ചെയ്യണമെങ്കിലും നമുക്ക് സ്പീഡ് കൺവേർഷൻ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ആദ്യം നമുക്ക് സ്പീഡ് കൺവേർഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ് കൺവേർട്ട് 72 km/h ഇൻറ്റു മീറ്റർ പെർ സെക്കൻഡ്. കൺവേർട്ട് 72 km/h ഇൻറ്റു മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ 72 km/h നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. km/h മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ. കണ്ടോ, മീറ്റർ പെർ സെക്കൻഡ് ചെറിയ യൂണിറ്റാണ്. അപ്പോൾ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ ചെറിയ നമ്പറായ 5 കൊണ്ട് ഗുണിക്കണം, അല്ലെങ്കിൽ 5/18 കൊണ്ട് ഗുണിക്കണം എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ തന്നിരിക്കുന്ന നമ്പർ 18ൻ്റെ ഗുണിതമാണെങ്കിൽ, നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ 5 കൊണ്ട് ഗുണിച്ചാൽ മതി. അല്ലാത്ത നമ്പർ വരുമ്പോൾ 5/18 കൊണ്ട് ഗുണിക്കാം. നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് വരാൻ പറ്റും. അതായത് 72 നമ്മൾ നേരത്തെ പഠിച്ചു. എത്ര 18ആണ് 72? 4 18 അല്ലേ? ആ 4നെ 5 കൊണ്ട് ഗുണിച്ചാൽ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ 4 × 5 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന ആൻസർ കിട്ടി. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഇവിടെ 72ൻ്റെ സ്ഥാനത്ത് 90 km/h എന്നാണെങ്കിലോ 90 km/h എന്നത് എത്ര മീറ്റർ പെർ സെക്കൻഡ്? ഇതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ 90 അല്ലേ? എത്ര 18ആണ് 90? 5 18ആണ് 90 അല്ലേ? അപ്പം നമ്മൾ പഠിച്ചു മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ എന്തുകൊണ്ട് ഗുണിക്കണം? ഇത് 18ൻ്റെ ഗുണിതമാണെങ്കിൽ അതിനെ 5 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ പറ്റും. 90 എന്ന് പറയുന്നത് 5 18 ആയതുകൊണ്ട് 5നെ 5 കൊണ്ട് ഗുണിച്ചാൽ 5 × 5 25 മീറ്റർ പെർ സെക്കൻഡ് എന്ന ആൻസർ കിട്ടും. ഒരിക്കൽ കൂടി പറയുന്നു, ഈ 90ൻ്റെ സ്ഥാനത്ത് ഇവിടെ 108 എന്നാണ് വരുന്നത് എങ്കിൽ നമുക്കറിയാം 108 18ൻ്റെ ഗുണിതമാണ്. നമ്മൾ തുടക്കത്തിൽ 18ൻ്റെ ഗുണിതം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 108 18ൻ്റെ ഗുണിതമാണ്. 18നോട് എത്ര ഗുണിച്ചാലാണ് 108 കിട്ടുന്നത്? 6. അതിനെ എന്തുകൊണ്ട് ഗുണിച്ചാൽ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാം? 5 കൊണ്ട്. അപ്പോൾ 6 × 5 30 മീറ്റർ പെർ സെക്കൻഡ് എന്ന് ഉത്തരം കിട്ടും. ഇനി ഇവിടെ 108ൻ്റെ സ്ഥാനത്ത് ഇവിടെ 36 ആണെന്നിരിക്കട്ടെ. നമുക്കറിയാം 36 18ൻ്റെ ഗുണിതമാണ് അല്ലേ? എത്രയാണ്? 18നോട് ഏത് സംഖ്യ ഗുണിച്ചാലും 36 കിട്ടുന്നത്? 2. അപ്പോൾ അതിനെ നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ 5 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ 2 × 5 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന ആൻസർ കിട്ടി. ഇനി ഇവിടെ 36 പകരം 18 വരുന്നത്. അപ്പം നമുക്കറിയാം 1 × 18 ആണ് 18. 1നെ ഇനി എന്തുകൊണ്ട് ഗുണിച്ചാൽ മതി? 5 കൊണ്ട്. അപ്പോൾ 1 × 5 5 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു km/h മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ ഇവിടെ തന്നിരിക്കുന്ന നമ്പേഴ്സ് 18ൻ്റെ ഗുണിതമാണെങ്കിൽ അതിനെ 18നോട് ഏത് സംഖ്യ ഗുണിച്ചാലാണോ ആ നമ്പർ കിട്ടുന്നത് നോക്കുക, അതിനെ 5 കൊണ്ട് ഗുണിച്ചാൽ അതിനെ നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ അല്ലാത്തൊരു നമ്പർ 18ൻ്റെ ഗുണിതം അല്ലാത്തൊരു നമ്പറോ അല്ലെങ്കിൽ നമ്മൾ പഠിക്കാത്തൊരു 18ൻ്റെ ഗുണിതൊക്കെയാണ് വരുന്നതെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്താൽ മതി? മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ 5ന് വെറും 5/18 കൊണ്ട് ഗുണിച്ചാലും മതി. ഓക്കെ. അപ്പോൾ മറ്റൊരു ക്വസ്റ്റിലേക്ക് കിടക്കാം. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് കിട്ടുന്നത് എന്നും കൂടി നോക്കാം. ഇവിടെ നമ്മുടെ ചോദ്യം ഇതായിരുന്നു, 72 km/h അതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് ചോദ്യം വന്നിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവിടെ 72 അതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ നമ്മൾ പഠിച്ചത് 5/18 കൊണ്ട് ഗുണിക്കണം. km/h മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ 5/18 കൊണ്ട് ഗുണിക്കണം എന്നാണ് നമ്മൾ പഠിച്ചത്. നമുക്കറിയാം 72 എത്ര 18ആണ് 72? 4 18. അപ്പം 4 × 18 ആണ് 72. ഈ മുകളിലുള്ള 18ഉം താഴെയുള്ള 18ഉം വെട്ടിപ്പോകുന്നത് കൊണ്ടാണ് ആ 18നെ കുറിച്ച് നമ്മൾ പറയാതിരുന്നത്. പകരം 4ഉം 5ഉം ഗുണിച്ചു കഴിഞ്ഞാൽ 20 എന്ന ആൻസർ കിട്ടും എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ഓക്കെ. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്,
54 കിലോമീറ്റർ പെർ അവർ ഈസിക്കൽ ടു ഡാഷ് മീറ്റർ പെർ സെക്കൻഡ്. 54 കിലോമീറ്റർ പെർ അവർ ഈസിക്കൽ ടു ഡാഷ് മീറ്റർ പെർ സെക്കൻഡ്. ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. മീറ്റർ പെർ സെക്കൻഡ് ചെറിയ യൂണിറ്റ് ആണ്. ചെറിയ യൂണിറ്റിലേക്ക് മാറ്റാൻ 5 കൊണ്ട് ഗുണിക്കണം, അല്ലെങ്കിൽ 5/0 കൊണ്ട് ഗുണിക്കണം. ഇവിടെ 54 നമുക്കറിയാം 18ന്റെ ഗുണിതമാണ് അല്ലേ. എത്രയാണ് പിന്നെ എത്ര പോയിന്റാണ് 54? നമുക്കറിയാം 3 18 ആണ് 54. ആ 3നെ 5 കൊണ്ട് ഗുണിച്ചാൽ മീറ്റർ പെർ സെക്കൻഡ് ആയി കിട്ടും. അപ്പോൾ 3 × 5 15 മീറ്റർ പെർ സെക്കൻഡ് എന്ന ആൻസർ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 30 മീറ്റർ പെർ സെക്കൻഡ് ഈസിക്കൽ ടു ഡാഷ് കിലോമീറ്റർ പെർ അവർ. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. 30 മീറ്റർ പെർ സെക്കൻഡ് ഈസിക്കൽ ടു ഡാഷ് കിലോമീറ്റർ പെർ അവർ. അപ്പോൾ ഇവിടെ നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലേക്കാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു കിലോമീറ്റർ പെർ അവർ എന്നത് വലിയ യൂണിറ്റ് ആണ്. വലിയ യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 18 കൊണ്ട് ഗുണിക്കണം, അല്ലെങ്കിൽ 18/5 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന നമ്പർ 5ന്റെ ടേബിൾ ആണെങ്കിൽ, 5ന്റെ ഗുണിതമാണെങ്കിൽ നമുക്ക് 18 കൊണ്ട് ഗുണിക്കാം, അല്ലെങ്കിൽ 18/5 കൊണ്ട് ഗുണിക്കാം. നമുക്കറിയാം 30 എന്ന് പറയുന്നത് 5ന്റെ ഗുണിതമാണ്. 5നോട് എത്ര ഗുണിച്ചാലാണ് 30 കിട്ടുന്നത്? 6 അല്ലേ. അപ്പോൾ നമുക്ക് 6 18 എത്രയാന്ന് നോക്കിയാൽ മതി. എത്രയാണ് 6 18? നമ്മൾ പഠിച്ചിട്ടുണ്ട് 108. അപ്പോൾ ആൻസർ 30 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് 108 കിലോമീറ്റർ പെർ അവർ. അപ്പോൾ 18ന്റെ ടേബിൾ പഠിച്ചാൽ വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കണക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ 30ന്റെ സ്ഥാനത്ത് 25 ആണെന്നിരിക്കട്ടെ. 25 മീറ്റർ പെർ സെക്കൻഡ് ആണെന്നിരിക്കട്ടെ. നമുക്കറിയാം ഇത് 5ന്റെ ടേബിളാണ്. 5നോട് എത്ര ഗുണിച്ചാൽ 25 കിട്ടും? 5. അതിനെ ഇനി കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റാൻ 18 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ 5 18 എത്രയാണ്? 90. അപ്പോൾ ആൻസർ 90 കിലോമീറ്റർ പെർ അവർ എന്ന ആൻസർ കിട്ടി. ഇനി ഇവിടെ 25ന്റെ സ്ഥാനത്ത് 20 മീറ്റർ പെർ സെക്കൻഡ് എന്നാകട്ടെ. അങ്ങനെയാണെങ്കിൽ അത് എത്ര കിലോമീറ്റർ പെർ അവർ ആയിരിക്കും? 20 5ന്റെ ഗുണിതമാണ് അല്ലേ. 5നോട് എത്ര ഗുണിച്ചാൽ 20 കിട്ടും? 4. ആ 4നെ 18 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് കിലോമീറ്റർ പെർ അവറിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പം 4 × 18 72. ആൻസർ 72 കിലോമീറ്റർ പെർ അവർ. ഇനി ഇവിടെ 20ന്റെ സ്ഥാനത്ത് 15 ആണെങ്കിലോ 15 മീറ്റർ പെർ സെക്കൻഡ്, 15 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 5നോട് എത്ര ഗുണിച്ചാൽ 15 കിട്ടും? 3. അപ്പം 3 18 54 54 കിലോമീറ്റർ പെർ അവർ എന്ന ആൻസർ കിട്ടും. ഇനി ഇവിടെ 15ന്റെ സ്ഥാനത്ത് 10 ആണെന്നിരിക്കട്ടെ. 10 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിലോ 5ന്റെ ടേബിളാണ് 10. 2 5 10. ആ 2നെ എന്തുകൊണ്ട് ഗുണിച്ചാൽ കിലോമീറ്റർ പെർ അവറിലേക്ക് കിട്ടും? 18 കൊണ്ട്. അപ്പോൾ 2 18 36 കിലോമീറ്റർ പെർ അവർ ആൻസർ കിട്ടും. ഇനി ഇവിടെ വെറും 5 ആണെന്നിരിക്കട്ടെ അല്ലേ. 1 × 5 ആണ് 5. അപ്പോൾ 1നെ 18 കൊണ്ട് ഗുണിച്ചാൽ ആൻസർ 18 കിലോമീറ്റർ പെർ അവർ. അപ്പോൾ 5 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് 18 കിലോമീറ്റർ പെർ അവർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. 30 മീറ്റർ പെർ സെക്കൻഡ് എന്നത് എത്ര കിലോമീറ്റർ പെർ അവർ എന്നാണ് ചോദ്യം. നമ്മൾ പഠിച്ചിട്ടുണ്ട് മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 18/5 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. നമുക്കറിയാം 30 എന്ന് പറയുന്നത് 6 × 5 ആണ് 30. ഈ 5ഉം ഈ 5ഉം കട്ട് ചെയ്ത് പോകുന്നത് കൊണ്ടാണ് ഇവിടെ നമ്മൾ 5നെ കുറിച്ച് പറയാതെ 6ഉം 18ഉം ഗുണിച്ചാൽ മാത്രം മതി എന്ന് പറയാനുള്ള കാരണം. ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. കൺവേർട്ട് 150 മീറ്റർ പെർ സെക്കൻഡ്. കൺവേർട്ട് 150 മീറ്റർ പെർ സെക്കൻഡ് ഇൻറ്റു കിലോമീറ്റർ പെർ അവർ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 150 കിലോമീറ്റർ പെർ സെക്കൻഡ് 150 മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് കൺവേർട്ട് ചെയ്യാം. നോക്കാം നമുക്ക്. അപ്പോൾ ഇവിടെ 150. ഇവിടെ നമുക്കറിയാം ഇത് മീറ്റർ 5ന്റെ ഗുണിതാണ്. പക്ഷേ ഇത്ര വലിയ നമ്പർ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റാം. നമുക്കറിയാം കിലോമീറ്റർ പെർ അവർ വലിയ യൂണിറ്റ് ആണ്. വലിയ യൂണിറ്റിലേക്ക് മാറ്റാൻ 18 കൊണ്ട് ഗുണിക്കണം, അല്ലെങ്കിൽ 18/5 കൊണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് 18/5 കൊണ്ട് ഗുണിക്കാം. ഇവിടെ 150 എന്ന് പറഞ്ഞാൽ 15 ഗുണിക്കണം 10 ആണ് 150. നമുക്കറിയാം 5ന്റെ ഗുണിതമാണ് 15. അതുകൊണ്ട് 5ഉം 15ഉം വെട്ടാം.
അപ്പോൾ 5 എത്ര ഗുണിച്ചാൽ 15 കിട്ടും? 3. 3 × 5 15 ആ 3 വലിയ സംഖ്യയുടെ സ്ഥാനത്ത് എടുക്കണം. ഇവിടെ വലിയ സംഖ്യ ഇവിടെ 15 ഇവിടെ 3 എഴുതി. അപ്പോൾ ഇവിടെ 10 ഉണ്ട്. 3 × 10 30 അപ്പോൾ 30 പോയിന്റ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. 3 18 എത്രയാണ് നമുക്കറിയാം അല്ലേ? 3 18 54 ഈ 0 കൂടി ചേർത്ത് കഴിഞ്ഞാൽ × 10 അല്ലേ? 0 കൂടി ചേർത്ത് കഴിഞ്ഞാൽ 540 km/h ആൻസർ കിട്ടും. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. കൺവേർട്ട് 2.5 meter/second into km/h. കൺവേർട്ട് 2.5 meter/second = അതിനെ km/h കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് വന്നിരിക്കുകയാണ്, ദശാംശം വന്നിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ഇങ്ങനെ പോയിന്റ് രൂപത്തിലാണ് വരുന്നതെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാം. 2.5 ആണ്. അപ്പോൾ അതിനെ meter/second, അതിനെ km/h കൺവേർട്ട് ചെയ്യാം. അപ്പോൾ km/h കൺവേർട്ട് ചെയ്യാൻ നമ്മൾ പഠിച്ചത് 18 കൊണ്ട് അല്ലെങ്കിൽ 18/5 കൊണ്ട് ഗുണിക്കണം. ഇവിടെ നമുക്ക് 18/5 കൊണ്ട് ഗുണിക്കാം. എന്നാൽ ഒരു ഫ്രാക്ഷനിൽ പോയിന്റ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ പോയിന്റിനെ ഒഴിവാക്കേണ്ടതുണ്ട്. ഇവിടെ പോയിന്റ് ഒഴിവാക്കാൻ എന്ത് ചെയ്യും? ഇവിടെ പോയിന്റിന് ശേഷം ഇവിടെ എവിടെയാണ് പോയിന്റ് ഉള്ളത്? മുകളിലുള്ള സംഖ്യക്കാണ് പോയിന്റ് ഉള്ളത്, താഴെയാണ് പോയിന്റ് ഇല്ലാത്തത്. അപ്പോൾ പോയിന്റ് ഒഴിവാക്കാൻ നമ്മൾ ചെയ്യേണ്ടത് എവിടെയാണ് പോയിന്റ് ഇല്ലാത്തത് അവിടെ 0 കൊടുത്താൽ മതി. ഇവിടെ നമുക്ക് താഴെയാണ് പോയിന്റ് ഇല്ലാത്തത്, മുകളിലാണ് പോയിന്റ് ഉള്ളത്. അപ്പം പോയിന്റ് ഇല്ലാത്ത സ്ഥലം താഴെയാണ്, അതുകൊണ്ട് താഴെ നമ്മൾ 0 കൊടുക്കണം. ഇവിടെ മുകളിൽ പോയിന്റിന് ശേഷം ഒരു നമ്പർ ഉണ്ട്, താഴെ പോയിന്റ് ഇല്ല, അതുകൊണ്ട് താഴെ 0 കൊടുത്താൽ ഈ പോയിന്റ് ഒഴിവായി കിട്ടും. നമുക്കറിയാം 25ഉം 50ഉം 25ന്റെ ഇരട്ടിയാണ് 50. അപ്പോൾ നമുക്ക് പറയാം 25ന്റെ ഗുണിതമാണ് 50. അതുകൊണ്ട് 25ഉം 50ഉം വെട്ടാം. നമുക്കറിയാം 2 25 അല്ലേ? 25ന്റെ ഇരട്ടിയാണ് 50. അപ്പോൾ 2 25 50. ആ 2 എവിടെ എഴുതണം? വലിയ സംഖ്യയുടെ സ്ഥാനത്ത്. ഇവിടെ 25നേക്കാൾ വലുത് 50 ആയതുകൊണ്ട് ഇവിടെയാണ് നമ്മൾ 2 എഴുതുന്നത്. അപ്പോൾ ആൻസർ 18/2 എന്ന് പറഞ്ഞാൽ /2 എന്ന് പറഞ്ഞാൽ പകുതി എന്നർത്ഥം. അപ്പോൾ 18ന്റെ പകുതി 9. ആൻസർ 9 km/h. അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്. അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നിരിക്കുന്നു, ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടിയാണത്. ഇഫ് എ ട്രെയിൻ ട്രാവൽസ് അറ്റ് എ സ്പീഡ് ഓഫ് 180 km/h, വാട്ട് വിൽ ബി ഇറ്റ്സ് സ്പീഡ് ഇൻ meter/second? അപ്പോൾ ഒരു ട്രെയിനിൻ്റെ സ്പീഡ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട് 180 km/h. അതിനെ meter/second കൺവേർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കറിയാം ഇതിനെ meter/second കൺവേർട്ട് ചെയ്യാൻ 180 km/hനെ meter/second കൺവേർട്ട് ചെയ്യാൻ എന്തുകൊണ്ട് ഗുണിച്ചാൽ മതി? 5/18 കൊണ്ട് ഗുണിച്ചാൽ മതി. meter/second മാറ്റാൻ 5/18 കൊണ്ട് ഗുണിക്കണം. നമുക്കറിയാം 180 എന്ന് പറയുന്നത് 18 ഗുണിക്കണം 10 അല്ലേ? അപ്പോൾ 180 എന്ന് പറഞ്ഞാൽ 18 ഗുണിക്കണം 10. അപ്പോൾ നമുക്ക് ഈ 18ഉം ഈ 18ഉം വെട്ടാം. ഈ 18ഉം ഈ 18ഉം വെട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു 10 എന്ന് കിട്ടും. ആ 10ഉം 5ഉം ഗുണിച്ചാൽ ആൻസർ 50 meter/second. അപ്പോൾ ചോദ്യം 180 km/h എത്ര meter/second ആണ്? 50 meter/second. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ മോഡൽ ഒന്നാമത്തെ മോഡൽ സ്പീഡ് കൺവേർഷൻ ഇവിടെ തീരുന്നു. നമുക്ക് അടുത്ത മോഡലിലേക്ക് കടക്കാം. ഓക്കെ.